നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാവർക്കും നമസ്കാരം. കൗമാരപ്രായത്തിൽ നാട്ടിൽ നിന്ന് പോന്ന് അത്യാവശ്യം പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് ചെറിയ ചെറിയ സംരംഭങ്ങളിലൂടെ പ്രവർത്തിച്ചു തുടങ്ങിയ ഞാൻ, അല്ലെങ്കിൽ അമ്മ ഇവന്റ്സ് എന്ന സ്ഥാപനം ഇന്നിവിടെ ഈ വേദിയിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ ഏറ്റവും വലിയ പ്രചോദനം എന്റെ വീട്ടുകാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ലഭിക്കാൻ പോകുന്ന ഈ സംരംഭക അവാർഡ് അവർക്കെല്ലാവർക്കുമായി സമർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരോ ഇത് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത്? അവിടെ ആരെങ്കിലും ഉണ്ടോ? Your calling is out of network coverage area. Please try later. നന്നായിരുന്നു കേട്ടോ. ആരെങ്കിലും ഒന്ന് തുറക്കോ? റേഞ്ചുമില്ല. ബ്ലഡി ബഗേഴ്സ്. സാർ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ആളെത്തിയില്ലെങ്കിലും പ്രോഗ്രാം നടത്തിയല്ലേ പറ്റൂ. ഇയാളുടെ ഒരു കാര്യം, കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. ശരി സാർ. ആ അഞ്ജലി ചെല്ലു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു അവാർഡിന് എന്നെയും തിരഞ്ഞെടുത്തതിന് ഇതിന്റെ സംഘാടകരോട്, പ്രത്യേകിച്ച് മുൻ മേയർ ശ്രീ ഉപേന്ദ്രനാഥ വർമ്മ സാറിനോട് എനിക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു സംരംഭക എന്നതിന്റെ അർത്ഥം പോലും വ്യക്തമായി അറിയാത്ത ആളാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ സംരംഭകയാക്കിയത് എന്റെ പ്രസാദേട്ടനാണ്. ആ നിലയ്ക്ക് എൻ്റെ ഈ അവാർഡും ഞാൻ അദ്ദേഹത്തിന് തന്നെയാണ് സമർപ്പിക്കുന്നത്. തർക്കിച്ചും വഴക്കിട്ടും താൻ പോരിമ കാണിച്ചും പ്രൊഫഷണൽ വീഴ്ചകൾ വരുത്താൻ ശ്രമിക്കാതെ ഒരേ മനസ്സോടെ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ വിജയരഹസ്യമെന്ന് ഞാൻ പറയും. ഏറ്റെടുക്കുന്ന വർക്കുകൾ അത് ഏൽപ്പിക്കുന്നവർക്കും അതിൽ പങ്കാളിത്തം വഹിക്കുന്നവർക്കും ഒരുപോലെ തൃപ്തി നൽകുന്ന വിധത്തിൽ പൂർത്തിയാക്കാനാകുന്നതും ഞങ്ങളുടെ വിജയത്തിൻ്റെ മാർഗമാണെന്ന് ഞാൻ കരുതുന്നു. എന്താ പറ്റിയ സാറേ? ഏതോ വിവരം കിട്ടവൻ പറ്റിച്ച പണിയാ. ഷർട്ടിൽ വീണ ജ്യൂസ് ഒന്ന് കഴുകാൻ കയറിയതാ ഞാൻ. ആരോ പുറത്തുനിന്ന് ലോക്കിട്ടു. ഹലോ ഹലോ മേഘനാഥ, എന്തുണ്ട് വിശേഷങ്ങൾ? നീ എന്നെ ഈ നഗരത്തിലാകമാനം തിരഞ്ഞു നടക്കാണെന്നറിഞ്ഞു. നടന്നു നടന്ന് ക്ഷീണിച്ചതല്ലാതെ ഇതൊരു പ്രയോജനമൊന്നും ഇല്ലല്ലേ? ഏയ്, ആരാ നിങ്ങള്?
ഞാനെന്തിനാ നിങ്ങളെ തിരഞ്ഞു നടക്കണം? ഹൂ ദ ഹെൽ ആർ യു? സോറി, നീ ഹെല്ലിലേക്കെന്ന് പറഞ്ഞയച്ച ഒരാളില്ലേ, തൃപ്പങ്ങോട്ട് സുഭദ്ര. തന്റെ അവസാന ശ്വാസം വരെയും നിന്നെ മാത്രം അന്ധമായി വിശ്വസിച്ചിരുന്ന ആ സ്ത്രീ, അവരുടെ അനിയത്തിയാ ഞാൻ. പേര് രാധ. വാട്ട്? രാധയോ? അതെ, ഞാൻ രാധയാ. നീ എങ്ങും തിരഞ്ഞു നടക്കുന്ന അതേ രാധ തന്നെ. ഏയ് കള്ളം. നീ രാധയാണെങ്കിൽ നീ ഇപ്പൊ എവിടെ നിന്നാ സംസാരിക്കുന്നതെന്ന് പറ. നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? എവിടെയാണെങ്കിലും ഞാൻ നേരിട്ട് വരാം, കാണാനും സംസാരിക്കാനും. പിന്നെന്താ, ഞാൻ റെഡിയാ. ഞാൻ നിന്റെ അടുത്ത് തന്നെയുണ്ട്, തൊട്ടടുത്ത്. അടുത്തോ? എന്നിട്ട് എവിടെ? ഇവിടെ ഞാനിവിടെയൊന്നും കാണുന്നില്ലല്ലോ. അടുത്തെന്ന് പറഞ്ഞാ ഈ ഓഡിറ്റോറിയത്തിന് മുൻപിൽ നിന്റെ കാറ് കിടക്കുന്നതിന്റെ അടുത്ത്, എന്റെ സ്വന്തം കാറിൽ. ശരി ശരി, വെയിറ്റ് ചെയ്യ, ഞാനിത് അങ്ങോട്ട് വരിക. അങ്ങനെ വെയിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് മേഘനാഥ. എന്നെ കിട്ടണമെങ്കിൽ എന്റെ പിന്നാലെ വരണം. ഇതൊരു നീല കൊച്ചു കാറാ, നമ്പർ 01 CK41. ഹലോ ഹലോ ഹലോ. എല്ലാ ദൈവങ്ങളും സഹായിച്ചു. ഭാഗ്യത്തിന് ചേച്ചി അഴിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ദൈവത്തിന് നന്ദി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.